വഴിയോര വിൽപ്പനശാലകൾ ഒഴിപ്പിക്കപ്പെട്ടതോടെ മൂന്നാർ കോളനി സ്വദേശിയായ സുന്ദറിന്റെ ജീവിതം വഴിമുട്ടി. ഇരുവൃക്കകളും തകരാറിലായ സുന്ദർ വഴിയോര വിൽപ്പനശാലയിൽ നിന്നും ലഭിച്ചിരുന്ന വരുമാനത്തിലൂടെയായിരുന്നു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. വഴിയോര വിൽപ്പനശാല ഇല്ലാതായതോടെ സുന്ദറിന്റെ വരുമാനം നിലച്ചതായി പരാതി. മൂന്നാർ കോളനി സ്വദേശിയായ സുന്ദർ മുമ്പ് ഡ്രൈവറായിരുന്നു. രോഗബാധിതനായതോടെ പഴയ മൂന്നാറിൽ വഴിയോര വിൽപ്പനശാല സ്ഥാപിച്ചു. ഇവിടെ നിന്നുള്ള വരുമാനമായിരുന്നു കുടുംബ ചെലവിനും ചികിത്സാ ചെലവിനും ആശ്രയമായിരുന്നത്. എന്നാൽ മൂന്നാറിലെ വഴിയോര വിൽപ്പനശാലകൾ ഒഴിപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ സുന്ദറിന്റെ കടയും പൊളിച്ചു നീക്കി. ഇതോടെ വരുമാനം നഷ്ടമായി ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിൽ പകച്ചു നിൽക്കുകയാണ് സുന്ദർ. என் பேர் சுந்தர். மூணாரில் நான் ஒரு 82 மூணாரில் டாக்ஸி டிரைவராக இருக்கேன். டாக்ஸி டிரைவராக இருந்து தொழில் செஞ்சுட்டு இருக்கும்போது எனக்கு உடல்நிலை 2 கிட்னியும் போய் நான் இப்போ வாரத்தில் 3 நாள் அடிவாடி ஹாஸ்பிட்டலில் ட்ரீட்மெண்ட் போயிட்டுருக்கேன். எனக்கு செலவுக்கு இந்த சின்ன ஒரு பித்தி கடை போட்டு தான் அந்த வாழ்வாதாரம் நடத்திட்டு இருக்கேன். இப்போ அதுவும் போயிடுச்சு. ரொம்ப கஷ்டம். வேறு எனக்கு எந்த ஒரு வழியும் கிடையாது. என் மகன் ஒரு மகன் படிச்சுட்டு இருக்காப்புல. வீட்டில் ஒய்ஃபுக்கு வேலை இல்லை, வேலை வாய்ப்பு இல்லை, செலவுக்கு ரொம்ப கஷ்டமாக இருக்குது. என்ன செய்யணும்னு தெரியலை. கவர்மெண்ட்டாக பார்த்து பஞ்சாயத்து பார்த்து ஏதோ ஒரு சின்ன ஒரு ஹெல்ப் பண்ணால் ரொம்ப நல்லாயிருக்கும். ഇരുവൃക്കകളും തകരാറിലായ സുന്ദറിന് ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തണം. വരുമാനം നിലച്ചതോടെ ആശുപത്രിയിൽ പോകാൻ പോലും പണമില്ലാതായെന്ന് സുന്ദർ പറയുന്നു. രോഗബാധ മൂലം ജീവിതത്തിൽ പകച്ചുപോയ സുന്ദറും കുടുംബവും ഉണ്ടായിരുന്ന വരുമാനമാർഗം കൂടി അടഞ്ഞതോടെ ജീവിതം ഇരുളടഞ്ഞ നിലയിലാണ്. ബന്ധപ്പെട്ടവർ ഇടപെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയൊരുക്കി നൽകണമെന്നാണ് സുന്ദറിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.